പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ഞാനാണെന്ന്. ആ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, വേണ്ടെങ്കിലും ഏറ്റെടുക്കാം. പക്ഷെ കേട്ടിടത്തോളം ഇതൊന്നുമല്ല. ഷാജ വടി വെട്ടാൻ പോയതിട്ടേ ഉള്ളൂ. നീ തകർത്ത കുടുംബങ്ങൾ, നീ മൂലം ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കൾ, നീ വ്യാജ പ്രചരണം നടത്തി നശിപ്പിച്ചവർ, നീ പണം പിടുങ്ങാൻ നോക്കിയവർ, നീ ഇഷ്ടമില്ലാതെ പടർത്തിയ വർഗീയതയുടെ ഇരകൾ, ഇവരൊക്കെ എന്നും കൈയും കെട്ടി നിയമം കൊണ്ടുവന്ന് പിണറായി സർക്കാർ വീട്ടിൽ കൊണ്ടു തരുമെന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പോലീസുകാർ നീതി കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ലാതെയാണ് RSS പ്രവർത്തകർ സഞ്ജിത്ത് കൊലപ്പെട്ട കേസിൽ പ്രതികളെ ഒളിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് തന്തയില്ലാത്ത വാർത്ത ഇവൻ ചെയ്തത്. ഒടുവിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചു, മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ വാക്ക് വിശ്വസിച്ച് കൊലക്കത്തിയുമായി വന്നിരുന്നെങ്കിൽ ഇവൻ പറയുമായിരുന്നു സുഡാപ്പി RSS സംഘടനമെന്ന് പ്രചരിപ്പിക്കുമായിരുന്നു. കേരള കോൺഗ്രസ് നുഴഞ്ഞു കയറിയ സുഡാപ്പിയാണ് ഞാനെന്ന് വരെ ഈ വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, ഈ നാട് മുഴുവൻ നടന്ന് തല്ലുകൊള്ളുന്നവൻ അവന്റെ സ്വന്തം ചാനലിൽ കൂടി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എന്നെ പേടിച്ച് ആ വീഡിയോ അവൻ താത്തിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ മുറ്റത്ത് ഷാജിന് കയറാൻ പറ്റത്തില്ല.